ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് കംഫർട്ടാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കംഫർട്ടാണ്. അപ്പോൾ നമുക്ക് കംഫർട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കംഫർട്ട് നമ്മളെ വസ്ത്രത്തിന് നല്ലൊരു സ്മെല്ലും അതിനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ കംഫർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കത് കുറച്ച് കൂടുതൽ നല്ലതായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ പാകത്തിനാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചൊരു 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അധികം നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പൈസയെ വേണ്ടി നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അപ്പോൾ നേരെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 വലിയ സ്പൂണ് കോൺഫ്ലവർ, ഒരു എസൻഷ്യൽ ഓയിൽ, അത് ഏത് സ്മെല്ലിൻ്റെ വേണമെങ്കിൽ എടുക്കുക, പിന്നെ ഒരു ഗ്ലിസറിൻ, ഒരു ഫുഡ് കളറ്, പിന്നെ സിർക്ക, വിനീഗർ. ഇത്രയും കൂടിയാണ് നമ്മളെ കംഫർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടത്. എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റോസിൻ്റെ സ്മെല്ലോ അങ്ങനെ ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഒരു പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 3.5 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് വെള്ളമാണ് ചേർക്കേണ്ടത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. കാരണം കട്ടകളൊന്നും പാടില്ല. അതിൻ്റെ കട്ടകളൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് കിട്ടണം. ചെറിയ കട്ടകൾ പോലും പാടില്ല. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കട്ടകളൊന്നുമില്ല. നന്നായിട്ട് ഇളക്കുക. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്ത് 2 വലിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. 2 വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ, അതിൻ്റെ അകത്തേക്ക് കോൺഫ്ലവർ കലക്കി വെച്ച വെള്ളം കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെള്ളമായാലും കുഴപ്പമില്ല, അത് കുറുകി വരേണ്ടത്. നമ്മൾ എന്നിട്ട് ഗ്യാസിൻ്റെ അകത്ത് വെച്ച ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുക. നല്ല കുറുക്കിയെടുക്കുക. കോൺഫ്ലവറിനെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. എവിടെയും ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല. നല്ലവണ്ണം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അത് കുറുകി വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇതിൻ്റെ കംഫർട്ടിൻ്റെ കിറ്റ് കിട്ടാനുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എസൻഷ്യൽ ഓയിൽ, പിന്നെ കളർ ചേർക്കേണ്ട അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കുറേ ആൾക്കാർ പറയുന്നത് വെച്ചാൽ പിന്നെ ഈ കോൺഫ്ലവർ വെച്ചിട്ടുള്ള അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നല്ല എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു തുണിയിൽ വാഷ് ചെയ്യുന്ന അതും കൂടി കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഈ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കുറച്ച് ലെങ്ത്തിലുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും കുറുകിയിട്ടില്ല, കുറുകി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ഏകദേശം നല്ലോണം കുറുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. അതിന് ശേഷം ഗ്ലിസറിനാണ് ചേർക്കുന്നത്.
ഗ്ലിസറിനും ഞാൻ 3 മൂടിയാണ് ചേർത്തത്. അതിൻ്റെ മൂടിയിൽ വെച്ചിട്ട് തന്നെ 3 മൂടിയാണ് ഗ്ലിസറിൻ ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കുക. അതിനുശേഷം ഫുഡ് കളറാണ് ഞാൻ റെഡ് കളറാണ് ചേർക്കുന്നത്. ബ്ലൂ കളർ അത് കിട്ടില്ല, എനിക്ക് റെഡാണ് ഞാൻ ചേർത്തത്. റെഡ് കളറും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കുക. അതിന് ശേഷമാണ് എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നത്. നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. കാരണം എല്ലാം കിട്ടാനുണ്ട്. എനിക്ക് ലെവൻഡറിൻ്റെ സ്മെല്ലാണ് നല്ല ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ലെവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസിൻ്റെയും പിന്നെ മുല്ലപ്പൂവിൻ്റെ, ജാസ്മിൻ്റെ അതൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ലെവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഇട്ടത് ഞാൻ തീ ഓഫ് ചെയ്ത ശേഷമാണ്. അതിനുശേഷം നന്നായി ഇളക്കിയ ശേഷം നമ്മളിത് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ആ കംഫേർട്ടിൻ്റെ ബോട്ടിലേക്ക് മാറ്റുന്നുള്ളൂ. കണ്ടോ, കുറുകിയ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് തണുത്ത ശേഷം മാത്രമേ ബോട്ടിൽ മാറ്റാമെങ്കിൽ, കാരണം ഇപ്പം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തണുത്ത ശേഷം ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈസിയാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇതാ ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കുറച്ചും കൂടി നല്ലോണം കട്ടിയായി. ഇത് നമ്മൾ ഈ തുണിയിലേക്ക് ഇത് നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫുഡ് കളർ ചേർത്തുകൊണ്ട് കളറാവുന്നുള്ള പേടിയൊന്നും വേണ്ട. കളറൊന്നും ആവില്ല. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. കളറൊന്നും ഡ്രസ്സിൽ പിടിക്കുന്നില്ല. പിന്നെ വിനീഗറൊക്കെ ചേർത്തുകൊണ്ട് നല്ലതാണ് ഡ്രസ്സിന്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. കംഫേർട്ടിൻ്റെ ബോട്ടിൽ തന്നെയാണ്. ഈ ഒരു ബോട്ടിലിനാണ് നമ്മൾ 65 രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതാ ഇതുപോലത്തെ 2 ബോട്ടിൽ അധികം നമുക്ക് കംഫേർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ അടച്ചു വയ്ക്കാം. ഇതിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. നിറച്ചൊഴിച്ചുകൊണ്ട് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കുറച്ച് ബാലൻസ് വന്ന കംഫേർട്ടിൻ്റെ ഇതാണ് ഞാൻ ആ ബക്കറ്റിൽ ഒഴിച്ചു. എന്നിട്ട് ഇതാ ഒരു വൈറ്റ് തുണിയാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. ആദ്യം കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് കലക്കിയ ശേഷം ഇതാ നമുക്ക് ആ ബക്കറ്റിലേക്ക് ആ വെള്ള തുണി ഒന്ന് ഇട്ട് കൊടുക്കാം. കളറ് പിടിക്കുമല്ലോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഫുഡ് കളർ റെഡ് കളറാണല്ലോ ചേർത്തത്. അങ്ങനെയാണെങ്കിൽ ഡ്രസ്സിൽ ഇത് പിടിക്കണമല്ലോ. ഇതാ പിടിക്കുന്നൊന്നുമില്ല, നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നും ഡ്രസ്സിൽ പിടിക്കുന്നില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും കംഫേർട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.